جاءتهم آية قالوا لن نؤمن حتى نؤتى مثل ما أوتي رسل الله أعلم حيث يجعل رسالته سيصيب الذين أجرموا صغار عند الله وعذاب شديد بما كانوا يمكرون. സൂറത്തുൽ അൻആമിൽ നമ്മൾ പഠിച്ച കഴിഞ്ഞ സൂക്തങ്ങളിൽ ഭക്ഷ്യ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ വിധികളാണ് നാം മനസ്സിലാക്കിയത്. മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ ഒക്കെ അറുക്കുമ്പോൾ അത് ദൈവനാമത്തിലാവണം എന്നതായിരുന്നു അതിലെ അടിസ്ഥാനപരമായ വിഷയം. അഥവാ ബിസ്മി ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങൾ പലതും കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ കർമ്മശാസ്ത്ര വശം എന്താണ്, അതിൻ്റെ ആദർശപരമായ ചൈതന്യം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ മനസ്സിലാക്കുകയുണ്ടായി. ആ നിയമത്തില് ഇസ്ലാമിൻ്റെ പ്രതിയോഗികളായിട്ടുള്ള ആളുകൾ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒടുവിൽ കഴിഞ്ഞ സൂക്തത്തില് അല്ലാഹു തആല ഒരു ഉപമയുടെ രൂപത്തിലൊരു കാര്യം പറഞ്ഞു. അവമൻകാന മൈത്തം ഫഅഹ്യൈനാഹു, മരിച്ചുപോയ ഒരാള്, അയാളെ നാം ജീവിപ്പിച്ചു. വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്, എന്നിട്ടോ അദ്ദേഹത്തോടൊപ്പം ഒരു പ്രകാശത്തെ നാം രൂപപ്പെടുത്തി. ആ പ്രകാശവുമായിട്ട് അയാൾ ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരാളെ കുറിച്ച് സങ്കല്പിച്ചു നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രകാശവുമായിട്ട് സമൂഹത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അതുപോലെ സന്മാർഗം പ്രാപിച്ച ആളുകൾ സമൂഹത്തിൽ ഈ സന്മാർഗത്തിന്റെ വെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ കമം മസലുഹു ഫിൽ ളുലുമാത് ലൈസ ബിഖാരിജിൻ മിൻഹ, പുറത്തു കടക്കാൻ കഴിയാത്ത വിധം ഘനാന്ധകാരത്തിൽ ഇരുട്ടറയിൽ അകപ്പെട്ടു പോയവനെ പോലെയാകുമോ എന്നായിരുന്നു ആ ചോദ്യം. അപ്പൊ എന്നിട്ടും ഇരുട്ടറയിൽ അകപ്പെട്ടവരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ദൈവികമായ വെളിച്ചം പ്രസരിച്ചു കൊണ്ടിരിക്കെ തന്നെയാണ് അബൂജഹലും കൂട്ടരും അവിടെ ഇരുട്ടറയിൽ അകപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞില്ലേ, കദാലിക സുയ്യിന ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് ഇപ്രകാരം അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു മാക്കാനു യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിവേകങ്ങൾ അവർക്ക് അലങ്കാരമുള്ളതായിട്ട് കാണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തെറ്റ് ചെയ്യുമ്പോൾ അതിൽ വല്ലാത്തൊരു ആസ്വാദ്യത ഉണ്ടാവുക, അള്ളാഹുവെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് വലിയ കരുത്തും ആവേശവുമായിട്ട് കരുതുക. ഇതാണ് അവർക്ക് സംഭവിച്ചത്. അതിന് തുടർച്ചയായിട്ടാണ് അടുത്ത ആയത്ത്, 123 ആയത്ത് ഒന്നുകൂടി പാരായണം ചെയ്യാം. وَكَذَلِكَ جَعَلْنَا فِي كُلِّ قَرْيَةٍ أَكَابِرَ مُجْرِمِيهَا لِيَمْكُرُوا فِيهَا وَمَا يَمْكُرُونَ إِلَّا بِأَنفُسِهِمْ وَمَا يَشْعُرُونَ. وَكَذَلِكَ, അള്ളാഹു അതോട് ചേർത്ത് പറയാണ്, ഇതേ പ്രകാരം, ഇപ്രകാരം തന്നെ, ജഅൽന, നാം ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിയോഗിച്ചിട്ടുണ്ട്, ഫീ കുല്ലി ഖറിയ, എല്ലാ ഓരോ നാട്ടിലും, ഖറിയ നാട് എന്നാണ് അർത്ഥം. എന്താ നിയോഗിച്ചത്? അക്കാബിറ മുജ്രിമീഹ, അക്ബർ എന്ന വാക്കിന്റെ ബഹുവചനാണ് അക്കാബിർ എന്നത്.
തലവന്മാർ, വലിയവന്മാർ, നേതാക്കന്മാർ എന്നൊക്കെയാണ് അർത്ഥം. മുജ്രിം കുറ്റവാളി അല്ലെങ്കിൽ ധർമ്മധിക്കാരി എന്നൊക്കെ പറയാം. മുജ്രിമീൻ കുറ്റവാളികൾ എന്നാണ്. മുജ്രിമീഹ അതിലെ കുറ്റവാളികളെ, ഏതിലെ? ആ നാട്ടിലെ, ഖറിയ എന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ ഖറിയയിലെ കുറ്റവാളികൾ. ഫി കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹ, ഓരോ നാട്ടിലും നാം അതിലെ ധർമ്മധിക്കാരികളായ കുറ്റവാളികളായ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെ കുറ്റവാളികളായ തലവന്മാരെ ഓരോ നാട്ടിലും നിശ്ചയിച്ചത്? ലിയംകുറു ഫിഹ, മക്കറ യംകുറു, കുതന്ത്രം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിഹ അതിൽ, അവിടെ, ആ നാട്ടില് കുതന്ത്രങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നുകൂടി ചേർത്ത് പറയാണ്. എന്നിട്ടോ വമാ യംകുറൂൻ, എന്നിട്ട് അള്ളാഹു അവരെ കുറിച്ച് പറയാണ്, വമാ ഇല്ല, യംകുറൂന അവർ യഥാർത്ഥത്തിൽ തന്ത്രം പ്രവർത്തിക്കുന്നില്ല, അവർ കുതന്ത്രങ്ങളിൽ ഏർപ്പെടുത്തുന്നില്ല, ഇല്ലാ ബി അംഫുസിഹിം അവരെ കൊണ്ടു തന്നെയല്ലാതെ, അഥവാ അവരെ തന്നെയല്ലാതെ മറ്റാരെയും അവർ കുതന്ത്രത്തിൽ പെടുത്തുന്നില്ല. വമാ യശ്ഉറൂൻ പക്ഷെ അത് അവർക്ക് ബോധ്യമില്ല, അവർ അതിനെക്കുറിച്ച് ബോധമില്ലാത്തവരായിരിക്കുന്നു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ശരിക്കും വക്കദാലിക എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ, അപ്രകാരം തന്നെ എന്ന് പറയുമ്പോൾ അതിന് മുമ്പുള്ള ഒരു ആയത്തുമായിട്ടോ പരാമർശവുമായിട്ടോ ബന്ധം ഉണ്ടാവും. ഇവിടെ ഏതുമായിട്ടാണ് ബന്ധം? തൊട്ടുമുകളില് കദാലിക സുയ്യിന ലിൽ കാഫിരീൻ മാ കാനൂ യഅമലൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം സത്യനിഷേധികളെ അവരുടെ കർമ്മങ്ങളാൽ നാം അലങ്കാരമുള്ളവരാക്കുന്നു. അവരുടെ കർമ്മങ്ങൾ അവർക്ക് അലങ്കാരമുള്ളതാക്കി തീർക്കുന്നു. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അതിൽ ഭയങ്കര ത്രില്ല്, ഭയങ്കര ആവേശം. അത് ഇസ്ലാമിനും സത്യത്തിനും എതിരിലാകുമ്പോൾ പിന്നെയും ആവേശം. എന്താ ഇങ്ങനെയൊക്കെ? അതാണ് സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. ഖുർആനിലെ പലയിടങ്ങളിലും ഈ ശൈലി പ്രയോഗിച്ചിട്ടുണ്ട്. സത്യനിഷേധികൾക്ക് അവർ പ്രവർത്തിക്കുന്ന തിന്മ വളരെ ആവേശകരമായി, ആകർഷകമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ടാണ് വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹ, ഓരോ നാട്ടിലും നാം ആ നാട്ടിലെ കൊടും കുറ്റവാളികളെ അവരുടെ തലവന്മാരായിട്ട് നിശ്ചയിച്ചു. ലിയംകുറു ഫിഹ കുതന്ത്രം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കൂ, അല്ലെ? മനുഷ്യാരംഭം മുതൽക്ക് തന്നെ അങ്ങനെ ഉണ്ടാവും. ആദം അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഹാബീലും കാബീലും ഉണ്ട്. അതിൽ കാബീല് കുറ്റവാളിയായിട്ട് മാറുന്നു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഈ സത്യം പ്രബോധനം ചെയ്യുന്ന ഒരു പ്രവാചകൻ കൂടെ ഉണ്ടായിരിക്കെ അവര് ധിക്കാരികളായിട്ട് മാറുകയാണ്. അപ്പൊ അവർക്കും നേതാക്കന്മാരും അനുയായികളൊക്കെ ഉണ്ടാവും. ഓരോ പ്രവാചകന്മാരുടെ കാലം അങ്ങനെയാണ്. ആദ് സമൂഹം, സമൂദ് ഗോത്രം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സമൂഹത്തെ കുറിച്ച് പഠിച്ചു നോക്കും. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെത്തുമ്പോൾ നമ്മൾ അബൂജഹലിനെ കണ്ടുമുട്ടുന്നു, വലീദ് ഇബ്നു മുഗീറയെ, അബൂ സുഫിയാനെ, അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നേതാക്കന്മാരെ കാണുന്നുണ്ട്, അല്ലെ? അങ്ങനെയാണ്. ഇന്നും ലോകതലത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഒക്കെ അകാബിറ മുജ്രിമീഹ എന്ന് പറയേണ്ടി വരും. ഈ ലോകത്ത് അതിക്രമം പ്രവർത്തിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറിയിരിക്കുന്നു അവര്. ലിയംകുറു ഫിഹ, ആ നാട്ടില് കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇതേപോലെ ഭരണകൂടത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ പലതരത്തിൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. ഭരണകൂടം ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഗുരുതരമായ കാര്യമാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്ലാഹു തആല എന്നിട്ട് പറയാണ്, വമാ യംകുറൂന ഇല്ലാ ബി അൻഫുസിഹിം, അവർ യഥാർത്ഥത്തിൽ കുതന്ത്രത്തിൽ അകപ്പെടുത്തുന്നത് ആരെയാണെന്നറിയോ? അവരെ തന്നെയാണ്. വമാ യശ്ഉറൂൻ
പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല. എന്താ ഇങ്ങനെ പറഞ്ഞത്? ഈ കുതന്ത്രങ്ങൾക്കൊക്കെ ഒരു പര്യവസാനം ഉണ്ടാകും. പരലോക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നാം മനസ്സിലാക്കുന്നത് അതിനൊരു പര്യവസാനമുണ്ട് എന്ന് തന്നെയാണ്. ആ പര്യവസാനം അന്ന് ഈ കുറ്റവാളികൾ പരാജിതരായിട്ട് മാറും എന്നാണ്. അപ്പൊ ആ പരലോക ബോധമാണ് അന്ന് അവർക്ക് നീതി നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമിഹാ. അപ്പൊ എന്തിനാ അല്ലാഹു തആല ഇങ്ങനെ കുറ്റവാളികളെ നിശ്ചയിച്ചത്? ജഅൽനാ, നാം നിശ്ചയിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അള്ളാഹു തന്നെ അല്ലേ നമ്മളെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അള്ളാഹു ഇങ്ങനെ കുറ്റവാളികളെ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ? ശരിക്കും അതിനപ്പുറം ചിന്തിച്ചാല് പിശാചിനെ ആരാ നിശ്ചയിച്ചത്? അള്ളാഹു നിശ്ചയിച്ചതാണ് അല്ലേ? എന്തിനാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. ഈ ലോകം പരീക്ഷണാലയമാണ് ഖുർആന്റെ വീക്ഷണത്തില്. അവിടെ നന്മയുണ്ട്, തിന്മയുണ്ട്, നമ്മെ ആകർഷിക്കുന്ന പലതുമുണ്ട്. അതിൽ മനുഷ്യൻ ചെന്ന് പെട്ടുപോകുന്നു. ഈ അവസ്ഥയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അള്ളാഹു എന്തിനാണ് വെറുതെ ഒരു പിശാചിനെ ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ നമുക്കൊക്കെ നന്നായിട്ട് ജീവിക്കായിരുന്നു എന്ന് തോന്നും. ഒരു പ്രതിസന്ധി മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള ശ്രമം മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അങ്ങനെയല്ലേ? ഇപ്പൊ ബിസിനസ് രംഗത്ത് ഒരാള് അല്പം പരാജിതനാകുമ്പോൾ ഒന്നുകൂടി ഉഷാറോടെ അയാൾ മുന്നോട്ട് പോകും. ഇതിനെ മറികടക്കണം എന്നുള്ള ഒരു ചാലഞ്ച്, ഒരു വെല്ലുവിളിയായിട്ട് അയാൾ അതിനെ ഏറ്റെടുക്കും. ഇതേപോലെ തന്നെയാണ് ഒരാൾ തിന്മയിലേക്ക് ചെന്നപ്പെടുമ്പോൾ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങളും പോരാട്ടങ്ങളും. അങ്ങനെയാണ് ആവേണ്ടത്. അപ്പൊ ആ നിലയ്ക്ക് അല്ലാഹു തആല എപ്പോഴും നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ട ഈ പ്രതിസന്ധി യഥാർത്ഥത്തിൽ എന്താണ്? പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താനാണ്. പഴയതുപോലെ അലസഭാവത്തിൽ അങ്ങനെ പോയാൽ പോരാ, ഒന്നുകൂടി ജാഗ്രത ഉണ്ടാവണം എന്ന് അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ. അങ്ങനെ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണയാവും. അപ്പൊ അതിന് അള്ളാഹു തന്നെ നിശ്ചയിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതേസമയം അതിന്റെ മറുവശം എന്താണ്? ഇപ്പൊ അബൂജഹൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചു എന്നതിനെ കുറിച്ച് പറയാം. പക്ഷെ അബൂജഹലാണ് അതിൽ തീരുമാനം എടുത്തത് അല്ലെ? അങ്ങനെയാണ്. അപ്പൊ അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നൊരു ശൈലിയാണിത്. ലോകത്ത് എന്ത് കാര്യം സംഭവിക്കുമ്പോഴും അള്ളാഹുവിന്റെ അറിവോടെയാണല്ലോ സംഭവിക്കുക. ഇപ്പൊ ഒരാൾ കയ്യിലേക്ക് തീ കാണിച്ചു, അപ്പൊ അയാളുടെ കൈ പൊള്ളി. അതിനെക്കുറിച്ച് അള്ളാഹു എങ്ങനെ പറയാം? നാം അവന്റെ കൈ പൊള്ളിച്ചു എന്നായിരിക്കും പറയാം. കാരണം അത് അള്ളാഹുവിന്റെ ഇച്ഛയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ ഉത്തരവാദി ആരാണോ വിളക്കിന്റെ മുകളിൽ കൈ വെച്ചു കൊടുത്തത്, തീയിന്റെ മുകളിൽ കൈ വെച്ചത് അയാളായിരിക്കും. അപ്പൊ ഇത് ആ നിലക്കുള്ള ഒരു ശൈലിയാണ്. വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹ ലിയംകുറു ഫീഹ. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഈ നാട്ടിൽ പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും എന്നതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നില്ലേ? പക്ഷെ ഈ കുതന്ത്രങ്ങൾ എങ്ങനെ അവർ അവതരിപ്പിക്കാം? നേർക്കുനേരെ പറയല്ല. ഇപ്പൊ അങ്ങനെയും ആയിരിക്കുന്നു. അതേ സമയത്ത് അവര് നന്മയുടെ പക്ഷത്താണ്, നീതിയുടെ പക്ഷത്താണെന്നാണ് പറയാം. ഇപ്പൊ ഫലസ്തീനിൽ ഗസയില് ഇത്രയും കൂട്ടക്കൊലകൾ നടന്നു, 35,000-ലേറെ ആയിരിക്കുന്ന എണ്ണം അല്ലേ? ഇതിന് അമേരിക്ക എങ്ങനെ ന്യായീകരിക്കും? ഇസ്രായേൽ എങ്ങനെ ന്യായീകരിക്കും? ഞങ്ങൾ അവിടെ ഒരു അക്രമവും ചെയ്തിട്ടില്ല, അവിടുത്തെ ഭീകരത അടിച്ചമർത്താൻ വേണ്ടിയാണ് അല്ലേ? മതമൗലികവാദം ഇല്ലാതെയാക്കാനാണ്. ഇസ്ലാമും മുസ്ലിങ്ങളും ഞങ്ങളുടെ ശത്രുക്കളെ അല്ല, പക്ഷെ ഭീകരത ഇല്ലാതെയാക്കണം, ലോകത്ത് സമാധാനം സ്ഥാപിക്കണം. ഇങ്ങനെ വലിയ വായിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ലിയംകുറു ഫീഹ. അങ്ങനെ ലോകത്തെ തന്നെ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ എന്നിട്ട് നോക്കൂ, അമേരിക്കയിലെ ക്യാമ്പസുകളിൽ, വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ
ഇസ്രയേലിൽ ഭരണകൂടത്തിനകത്ത് തന്നെ ഗുരുതരമായ ഭിന്നതയുണ്ട്. ആ രാജ്യത്തെ ജനം ഭരണകൂടത്തിനെതിരിൽ ശക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട്, അല്ലേ? ലിയംകുറു ഫിഹ എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിലും അതിന് സമാനമായ രീതികളാണ് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭരണാധികാരി നേരിട്ട് വിളിച്ചു പറയാണ് ഒരു സമുദായത്തിന് നേരെ, അവർക്ക് സംവരണം ഏർപ്പെടുത്തില്ല, അവരിങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്, അതിനാൽ സമ്പത്തുക്കൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് തികച്ചും വംശീയവും സാമുദായികവുമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന വർത്താനങ്ങൾ പറയുന്നു. എന്താ ഉദ്ദേശം? മറുപക്ഷത്തുള്ളവരെ തനിക്ക് അനുകൂലമാക്കി ഈ സമുദായത്തിന് പ്രതികൂലമാക്കി മാറ്റുക എന്നതാണ് ലിയംകുറു ഫിഹ. നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഇത്, അല്ലേ? ഈ നിലയിൽ അല്ലാഹു തആല കുറ്റവാളികളെ സമൂഹങ്ങളുടെ തലവന്മാരാക്കിയിട്ട് മാറ്റും എന്ന് പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? വമാ യംകുറൂന ഇല്ലാ ബി അൻഫുസിഹിം, അവർ അവരോട് തന്നെയല്ലാതെ കുതന്ത്രം ചെയ്യുന്നില്ല. അള്ളാഹു പറയാണ്, അത് മനസ്സിലാകണമെങ്കിൽ പരലോകബോധം ഉണ്ടാവണം, നീതിബോധം ഉണ്ടാവണം. സ്വന്തം മനസാക്ഷിക്കെതിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അത് അയാൾക്കെതിരിൽ തന്നെ ആഞ്ഞടിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഈ ലോകത്ത് തന്നെ അത് സംഭവിക്കും. അതല്ലെങ്കിൽ പരലോകത്ത് ആ കുതന്ത്രങ്ങൾ ഞാൻ എനിക്കെതിരിൽ തന്നെയാണല്ലോ പ്രയോഗിച്ചത് എന്ന് തിരിച്ചറിയും. വമാ യശ്ഉറൂൻ. പക്ഷേ ഈ ലോകത്ത് വെച്ച് അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല. ഉത്ബോധിപ്പിക്കുന്ന ഉപദേശിക്കുന്ന ആളുകളെ നോക്കി അവർ ചിരിക്കും, ഇവരെന്ത് മണ്ടന്മാരാണ്. പക്ഷേ അവിടെ എത്തുമ്പോൾ അവർ തിരിച്ചറിയും എന്ന് അല്ലാഹു തആല ചേർത്ത് പറഞ്ഞാണ്. അപ്പൊ ഇവിടെ അല്ലാഹു തആല ഭക്ഷ്യ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് പറഞ്ഞത്, അല്ലേ? അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭക്ഷ്യ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ ഇൻ അതഅ്തുമൂഹും ഇന്നക്കും ലമുശ്രികൂൻ എന്നൊരു പ്രയോഗം വന്നിരുന്നു. നിങ്ങൾ ദൈവിക നിയമങ്ങളെ അല്ലാതെ മറ്റുള്ളവരെ അനുസരിച്ചാൽ നിങ്ങൾ ബഹുദൈവവാദികളായിട്ട് മാറും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനെയൊക്കെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ പറയുന്നത്. ദൈവിക വിധികളെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. ഇനി 124 അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിന്റെ തന്നെ മറ്റൊരു തലം പറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കാൻ പല ന്യായങ്ങളും അന്നും ഇന്നും ആളുകൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ തള്ളി പറയുക, ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഒരു ദൃഷ്ടാന്തം അവതരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ അന്നത്തെ ചില വാദങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നയിക്കുകയാണ് 124 ആയത്തില്. وَإِذَا جَاءَتْهُمْ آيَةٌ قَالُوا لَن نُّؤْمِنَ حَتَّى نُؤْتَى مِثْلَ مَا أُوتِيَ رُسُلُ اللَّهُ أَعْلَمُ حَيْثُ يَجْعَلُ رِسَالَتَهُ سيصيب الذين أجرموا صغار عند الله وعذاب شديد بما كانوا يمكرون. وإذا جاءتهم آية, وإذا آيال جاء വന്നാൽ ജാഅത്ഹും അവർക്ക് വന്നെത്തിയാൽ ആയത്തുൻ ഒരു ദൈവിക സൂക്തം, ഒരു ദൈവിക സൂക്തം അവർക്ക് വന്നെത്തിയാൽ, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുതായി അവതരിച്ച ഒരു ദൈവിക വചനം അവരെ കേൾപ്പിച്ചാല് ഖാലു, അപ്പൊ അവര് കമന്റ് അടിക്കും, അവർ പ്രതികരിക്കും. ലൻ നുഅ്മിന, ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയും. ലൻ ഒരിക്കലും ഇല്ല എന്നാണ് അർത്ഥം. ലൻ നുഅ്മിന ഹത്താ നുഅ്താ, ഞങ്ങൾക്ക് നൽകപ്പെടുന്നത് വരെ.
ആത്താ യുത്തി നൽകി എന്നാണ് അർത്ഥം. ഊത്തിയ നൽകപ്പെട്ടു, യുക്ത നൽകപ്പെടും, നുക്ത നൂന് കൊണ്ട് തുടങ്ങുമ്പോൾ ഞങ്ങൾ എന്നർത്ഥം വരും. ഹത്താ നുക്ത ഞങ്ങൾക്ക് നൽകപ്പെടും വരെ, മിസ്ലമ ഊത്തിയ നൽകപ്പെട്ടതുപോലെയുള്ളത്, റുസുലുല്ലാ അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടതുപോലെയുള്ളത് ഞങ്ങൾക്ക് നൽകപ്പെടുന്നത് വരെ ഞങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കില്ല എന്നവർ പറയും. അള്ളാഹു അതിന് മറുപടി പറയുന്നത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹു ആലം, അള്ളാഹു നന്നായി അറിയുന്നവനാണ്. ആലിം അറിവുള്ളവൻ, ആലം അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ്. അള്ളാഹു ആലം ഹൈസു യജ്അലു റിസാലത, ഹൈസു എങ്ങനെയാണോ അങ്ങനെ, യജ്അലു ആക്കുക, യജ്അലു ഹൈസു യജ്അലു എങ്ങനെ ആക്കണം എന്നതിനെ കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാണ്. റിസാലതഹു അവൻ്റെ ദൗത്യം, ഈ സന്ദേശം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് കൈമാറേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. എന്നിട്ട് മറ്റൊരു താക്കീത് നൽകുകയാണ്, സയുസീബുല്ലദീന അജ്റമു, അസാബ യുസീബു ബാധിച്ചു, വന്ന് ഭവിച്ചു എന്നാണ്. സയുസീബു വന്ന് ഭവിക്കും, അല്ലദീന അജ്റമു ഈ കുറ്റവാളികൾക്ക് വന്ന് ഭവിക്കും, സഗാറുൻ ഇൻദല്ലാഹ്, സഗാർ അധമത്വം, നിന്ദ്യത വന്ന് ഭവിക്കും. സഗീർ ചെറിയവൻ എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് സഗാർ. സഗാർ എന്ന് പറയുമ്പോൾ ഒരാൾ കൊച്ചായി പോകുന്ന, ചെറുതായി പോകുന്ന അവസ്ഥയാണ്. അതാണ് നിന്ദ്യത, അധമത്വം എന്നൊക്കെ പറയുന്നത്. സഗാറുൻ ഇൻദല്ലാഹ് വഅദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയും അവർക്കുമേൽ വന്ന് ഭവിക്കും. ബിമാ കാനൂ യംകുറൂൻ, അവര് ഇങ്ങനെ കുതന്ത്രം പ്രവർത്തിക്കുന്നത് നിമിത്തം. വളരെ വ്യക്തമാണ് ആശയം. വഇദാ ജാഅത്തുഹും ആയത്തുൻ, ഇവർക്ക് വല്ല സൂക്തവും വന്നെത്തിയാൽ, ഖാലു അപ്പോൾ അവർ പറയും, ലൻ നുഅ്മിന ഹത്താ നുഅ്ത മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, മുൻ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതുപോലെയുള്ളത് ഞങ്ങൾക്ക് ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കില്ല, അഥവാ അത്ഭുത പ്രവൃത്തികൾ കാണിക്കൂ എന്ന് പറയാണ്. അപ്പൊ അള്ളാഹു മറുപടി പറയും, അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലത, തൻ്റെ സന്ദേശം, തൻ്റെ ദൗത്യം എങ്ങനെയാണ് സമൂഹത്തിൽ എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. ആരുടെയും ഉപദേശം അവന് ആവശ്യമില്ല. എന്നിട്ട് അവർക്ക് താക്കീത് നൽകുകയാണ്, സയുസീബുല്ലദീന അജ്റമു സഗാറുൻ ഇൻദല്ലാഹ്, ഈ കുറ്റവാളികൾക്ക്, സയുസീബുല്ലദീന അജ്റമു ഈ കുറ്റവാളികളെ ബാധിക്കും, സഗാറുൻ ഇൻദല്ലാഹ് അള്ളാഹുവിങ്കൽ നിന്നുള്ള അധമത്വം, വഅദാബുൻ ശദീദ് കഠിനമായ ശിക്ഷയും, ബിമാ കാനൂ യംകുറൂൻ അവർ കുതന്ത്രം പ്രവർത്തിക്കുന്നതിനാൽ. ഇതാണ് അർത്ഥം. അപ്പൊ എന്താ അള്ളാഹു ഇവിടെ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പുതിയ വചനങ്ങൾ അവതരിക്കുമ്പോൾ ആ വചനങ്ങൾ സമൂഹത്തെ ഓതി കേൾപ്പിക്കുമല്ലോ. അപ്പൊ അവര് ആ വചനങ്ങളെ കുറിച്ച് ചിന്തിക്കല്ല ചെയ്യുന്നത്. ശരിക്കും അതാണല്ലോ വേണ്ടത്. ഓ, എത്ര മഹത്തരമായ വചനമാണ്, ഒരുപാട് ചിന്തിക്കാനുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രയോഗിക്കേണ്ടതുണ്ട്, എങ്കിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന വിവരക്കേടുകളിൽ നിന്ന്, പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ അവരുടെ കമന്റ് അതൊന്നുമല്ല. ഞങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, ഇയാൾ പ്രവാചകനാണെന്നുള്ള എന്താ തെളിവ്? അതുകൊണ്ട് മുൻ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതുപോലുള്ള ദിവ്യ അത്ഭുതങ്ങൾ ഇയാൾ കാണിക്കണം, എങ്കിലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒരാശയം. അതാണ് ലൻ നുഅ്മിന ഹത്താ നുഅ്തിയ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, ഹത്താ നുഅ്ത മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത്. മുൻ പ്രവാചകന്മാരിലൂടെ ഒരുപാട് ദിവ്യാത്ഭുതങ്ങൾ പ്രകടമായിട്ടുണ്ടല്ലോ, അതുപോലെ കാണിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത്തരം അത്ഭുത പ്രവൃത്തികൾ ഉണ്ടായിട്ടില്ലേ? തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചന്ദ്രൻ പിളരുന്ന സംഭവം കണ്ടതാണ്.
അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ടുള്ള വിജയ സന്ദർഭങ്ങൾ അവർ നേരിട്ട് കണ്ടതാണ്. അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ ജലം ഇറ്റുവീഴുന്നത് കണ്ടതാണ്. പട്ടിണിയുടെ പ്രയാസത്തിന്റെ നാളുകളിൽ അവിടുന്ന് പാത്രങ്ങളിൽ നിന്ന് ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ എല്ലാവർക്കും കഴിച്ചിട്ടും ബാക്കിയാകും വിധത്തില് അവര് അത്ഭുത പ്രവൃത്തികൾ കണ്ടതാണ്. സാന്ദർഭികമായിട്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. എല്ലാറ്റിലും ഉപരി ഈ ഖുർആൻ തന്നെയല്ലേ അത്ഭുതം. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഞങ്ങൾക്ക് ഇനിയും മാജിക് കാണണം എന്ന രൂപത്തിൽ ഇങ്ങനെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം അത് കൊണ്ടുപോകാന്ന് പറയാണ്. അപ്പൊ അള്ളാഹു മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു, അവന്റെ സന്ദേശം എങ്ങനെയാണ് സമൂഹത്തിൽ എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അതെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം, അല്ലേ? നിങ്ങളാരും പഠിപ്പിക്കാൻ നോക്കേണ്ടതില്ല. കാലങ്ങളായി അള്ളാഹു തആല ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഇതിന്റെ കൂടെ മാജിക് വേണം എന്നവര് പറയുമ്പോ എനിക്കറിയാം എങ്ങനെയാണ് ഈ സന്ദേശം സമൂഹത്തിൽ എത്തിക്കേണ്ടത് എന്ന് അള്ളാഹു മറുപടി പറയാണ്. ഇതിൽ വലിയൊരു ആശയമുണ്ട്. ശരിക്കും നമ്മൾ ഖുർആനിന്റെ വക്താക്കളാണല്ലോ, ഇസ്ലാമിന്റെ വക്താക്കളാണ്. നമ്മൾ ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ പ്രസന്റ് ചെയ്യുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ സമൂഹം ശരിക്കും അത് സ്വീകരിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ സമൂഹം അതിനെ പലതരത്തിലും തെറ്റിദ്ധരിപ്പിച്ച് അതിനെതിരിൽ ക്യാമ്പയിൻ നടത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അപ്പൊ നമ്മൾ എന്താ പലപ്പോഴും ചെയ്യാം? ഞങ്ങൾ അങ്ങനെയല്ല എന്നിങ്ങനെ മാപ്പു സാക്ഷിത്വത്തോടെ അതിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും നമ്മൾ നമ്മുടെ സ്വന്തം ദൗത്യത്തിൽ നിന്ന്, അജണ്ടയിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നു എന്നതാണ്. അതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമുക്ക് നമ്മുടെ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നു. പ്രതിയോഗികൾ, ഇസ്ലാമിന്റെ എതിരാളികൾ ഇട്ട് തരുന്ന അജണ്ടകൾ നമ്മൾ സ്വയം ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നതാണ് പ്രശ്നം, അല്ലേ? അവരുടെ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മുടെ അജണ്ട തെറ്റിച്ച് കളയുക എന്നതായിരിക്കും അവരുടെ ഉദ്ദേശം. അപ്പൊ അതിൽ പലപ്പോഴും നമ്മൾ ചെന്ന് കൊത്തും. എന്നിട്ട് പിന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളിലാണ് പോകുന്നത്. അപ്പൊ ഇസ്ലാം ഭീകരമാണ് എന്ന് വെറുതെ ആരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഭീകരന്മാരല്ല എന്ന് പറയാൻ. അപ്പോ നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട അജണ്ട, സന്ദേശം എന്താണോ അതിൽ നിന്ന് വഴി തെറ്റിച്ച് കളയാന്നുള്ളതാണ്. കാരണം മുഖ്യമായ ചാനലുകൾ, സകല വാർത്താ മാധ്യമ സംവിധാനങ്ങളും അതിനൊക്കെ മുതലാളിമാരൊക്കെ അവരാണ്. അവർക്ക് ഒരേ കാര്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും എന്നതാണ്. അപ്പൊ അവിടെയാണ് അള്ളാഹു പറയുന്നത്, അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലത. അജണ്ട അട്ടിമറിക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത്. എനിക്കറിയാം എങ്ങനെയാണ് ഈ സന്ദേശം സമൂഹത്തിൽ എത്തിക്കേണ്ടത്. അത് വല്ലാത്ത ആർജവമുള്ളൊരു വാക്കാണ്. ശരിക്കും നമ്മളും ആ ഒരു കരുത്ത് ആർജിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ഈ കാലത്താണ് കൂടുതൽ മീഡിയകളുടെ ആവശ്യകത, എങ്ങനെ അത് ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് ബോധ്യമാവുന്നത്. പക്ഷെ ഈ കാലമാകുമ്പോഴേക്ക് പ്രതിയോഗികൾ, സകല മീഡിയകളും വിലക്കെടുത്തൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചാലും നമ്മൾ നമ്മുടേതായ ആ കോർ അജണ്ടയുമായിട്ട്, അടിസ്ഥാന നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരല്ല നമ്മുടെ അജണ്ട നിശ്ചയിക്കേണ്ടത്, നമ്മൾ തന്നെ ആവണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആളുകൾ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴേക്ക് പേടിച്ച് പിന്മാറേണ്ടവരല്ല നമ്മൾ. കാരണം നമ്മുടെ കൂടെ ഒരു സത്യമുണ്ട്. അത് നീതിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് സമൂഹ മധ്യത്തിൽ എത്തിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. പിന്മാറാൻ സാധ്യമല്ല. അതിനാൽ അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത എന്ന ആശയം നന്നായിട്ട് ഉൾക്കൊള്ളണം. എന്നിട്ടാണ് അല്ലാഹു ഈ പ്രതിയോഗികളായ, സത്യത്തിനെതിരെ നിൽക്കുന്ന
ആളുകൾക്ക് താക്കീത് നൽകുന്നത് സയുസീബുല്ലദീന അജ്റമു, കുറ്റവാളികൾ അവർക്ക് വന്നു ഭവിക്കും, അവരനുഭവിക്കേണ്ടി വരും. സ്വഗാറുൻ ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ അധമത്വം, അള്ളാഹുവിങ്കൽ അവര് കൊച്ചായി പോകും, ചെറുതായി പോകുന്നൊരു സന്ദർഭം ഉണ്ടാവും. എന്താ ഇങ്ങനെ പറഞ്ഞത്? തൊട്ട് മുകളിലത്തെ ആയത്തില് വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹ എന്ന് പറഞ്ഞിരുന്നു. കുറ്റവാളികളുടെ തലവന്മാര് ഓരോ നാട്ടിലും കുതന്ത്രങ്ങൾ പ്രയോഗിക്കും. അപ്പൊ അവരിങ്ങനെ നിറഞ്ഞു നിൽക്കും. മീഡിയകളിലും ബോർഡുകളിലും മാധ്യമങ്ങളിലും ഒക്കെ അവരായിരിക്കും നിറഞ്ഞു നിൽക്കുക, അല്ലേ? കാരണം അവരാണ് നാടിന്റെ തലവന്മാര്. പക്ഷെ ഇതേ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ അവര് സഹാറായിട്ട് മാറും, അധമന്മാരായിട്ട്, നിസ്സാരരായിട്ട്, ജനങ്ങളാൽ അവമതിക്കപ്പെട്ടവരായിട്ട് മാറും. അത് ഈ ലോകത്ത് തന്നെ സംഭവിക്കും. താൽക്കാലികമായി കിട്ടിയ ഭരണാധികാരം അത് ദുരുപയോഗം ചെയ്ത് സമൂഹത്തോട് അതിക്രമം കാണിക്കുമ്പോൾ ആ ഭരണകൂടം നഷ്ടപ്പെടുമ്പോഴേക്ക് എന്തായി? അവര് കൊച്ചായി, അല്ലേ? ഇത്രയേ വേണ്ടു. ഈ ലോകത്ത് വെച്ച് തന്നെ ഈ ഒരു അനുഭവം അവർക്കുണ്ടാകും എന്നാ പറയുന്നത്. എത്രയെത്ര ഭരണകൂടങ്ങൾ, കരുത്തന്മാരായ ഭരണാധികാരികൾ, ഏകാധിപതികൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ അവരൊക്കെ എവിടെയാണ്? ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ്. ആരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അവരുടെ നന്മകൾ എടുത്തു പറയുകയോ മാതൃകയാക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഈ ലോകത്ത് നിന്ന് വിസ്മരിക്കപ്പെട്ടു, മറക്കപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ അധമത്വം അവരെ പിടികൂടുന്നാണ് പറഞ്ഞത്. പിന്നെ പറയുന്നത് വഅദാബുൻ ശദീദ്, അവർക്ക് കഠിന ശിക്ഷ അള്ളാഹു പരലോകത്തൊരുക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ലോകത്ത് തന്നെയും. ഫിർഔനിന്റെയും കൂട്ടരുടെയും അന്ത്യം ആലോചിച്ച് നോക്കൂ. മക്കയിലെ ബഹുദൈവവാദികളുടെ, അവരുടെ നേതാക്കന്മാരുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ബിമാക്കാനു യംകുറൂൻ, കുതന്ത്രം പ്രവർത്തിക്കുന്നത് നിമിത്തം അവർക്ക് സംഭവിക്കാനിരിക്കുന്നത് ഇതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ശക്തമായിട്ട് താക്കീത് നൽകുകയാണ് ഒടുവിൽ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ശരിക്കും ഇത്തരം ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വളരുന്നുണ്ട്, അല്ലെങ്കിൽ വളരേണ്ടതുണ്ട്. അയ്യോ, നിസ്സഹായരായി പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നതിനപ്പുറത്ത് അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത, പ്രതികൂല ഘടകങ്ങൾ അനുകൂലമായി മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ? ഫലസ്തീൻ, ഗസ, ശരിയാണ്, ഒരുപാട് പേര് അവിടെ രക്തസാക്ഷ്യം വരിച്ചിട്ടുണ്ട്. നീതിക്ക് വേണ്ടിയാണ്, ജന്മാവകാശത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, അവര് ഭീകരന്മാരാണ്, തീവ്രവാദികളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ, ആ സമൂഹത്തെ ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ മനസ്സാക്ഷി അവരിലേക്ക് ശ്രദ്ധ തിരിക്കാണ്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവരെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന നിലയിൽ? ഇസ്ലാം ഭീകരമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നത്? എങ്കിൽ അതൊന്ന് പഠിച്ചു നോക്കണമല്ലോ എന്ന് തീരുമാനിച്ച് രംഗത്ത് വരുന്ന ഒരുപാട് സത്യാന്വേഷികളെ ഇന്ന് നമുക്ക് ലോകത്ത് കാണാൻ കഴിയുന്നു. ശരിക്കും എല്ലാം തിരിച്ചടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന്തിമമായിട്ട് സത്യത്തിനായിരിക്കും വിജയം, അസത്യം പരാജയപ്പെടാനുള്ളത് തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതിനാൽ ഇത്തരം സൂക്തങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ സമകാലിക പശ്ചാത്തലം കൂടി മുൻനിർത്തിയിട്ട് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റബ്ബേ. നിന്നിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, ഭരമേൽപ്പിച്ചുകൊണ്ട്, നിന്നിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സത്യത്തിൻ്റെ വഴിയിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. എല്ലാ പരീക്ഷണങ്ങളെയും
ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി മാറ്റിത്തരണേ റബ്ബേ. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അള്ളാഹുവേ, എല്ലാം ഞങ്ങൾക്ക് നീ തട്ടി നീക്കി തരണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും സഹവർത്തിത്വവും സഹാനുഭൂതിയും സത്യവും നീതിയും പുലരുന്ന ഭാവി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.